ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. HSC എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ജേണൽ പേപ്പറിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. 2022 HSC സോഷ്യൽ സയൻസിൻ്റെ ജേണൽ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. റിഡ്സുകളും അതിൻ്റെ പർപ്പസുകളാണ് മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 D ആണ്, 2 C, 3 A, 4 B. ദ ഐഡിയ ഓഫ് റിഡ് ഈസ് ടേക്കൺ ഫ്രം ബ്രിട്ടൻ. റിഡ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അതായത് ഹേപ്പിയസ് കോർപ്പസ് ടു പ്രൊഡ്യൂസ് ദ ഡിറ്റൈൻഡ് പേഴ്സൺ. സെക്കൻഡ് മാൻഡമസ് ടു എ പേഴ്സൺ ടു പെർഫോം ഹിസ് ലീഗൽ ഡ്യൂട്ടി. ഷെർഷോററി റിമൂവൽ ഓഫ് സ്യൂട്ട് ഫ്രം an inferior court to superior court. Quo warranto to restrain a person from acting in an office to which he is not entitled. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 32 ആർട്ടിക്കിൾ അനുസരിച്ച് സുപ്രീം കോടതിക്കും 226 ആർട്ടിക്കിൾ അനുസരിച്ചിട്ട് ഹൈക്കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരമുള്ളത്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32 ആർട്ടിക്കിളാണ്. 32 ആർട്ടിക്കിളാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത്. ഈ 32 ആർട്ടിക്കിളിനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെയാണ്. എന്നാൽ ഈ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് ആമുഖത്തെയുമാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ എടുത്തിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്. 1 ഹേപ്പിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 quo warranto, പ്രൊഹിബിഷൻ, ഷെർഷോററി എന്നിങ്ങനെ 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേപ്പിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേപ്പിയസ് കോർപ്പസ്. ദ റിട്ട് ഓഫ് ഹേപ്പിയസ് കോർപ്പസ് ഈസ് നോൺ ആസ് ദ പ്രൊട്ടക്ടർ ഓഫ് പേഴ്സണൽ ഫ്രീഡം, അല്ലെങ്കിൽ ബൾവാർക്ക് ഓഫ് പേഴ്സണൽ ഫ്രീഡം എന്നും അറിയപ്പെടുന്നുണ്ടോ. ബൾവാർക്ക് എന്ന് പറയുന്ന വാക്കും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹേപ്പിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. The writ of habeas corpus is first appeared in the Magna Carta of 1215 signed by King John II at Runnymede. 1215 റണ്ണിമീഡ് മൈതാനത്തിൽ വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്തത്. ഹേപ്പിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ്. അതായത് the word habeas corpus is originated from Latin word. It literally means to have the body or to produce the body. It is an order issued by the court to a person who has detained another person to produce the latter before the court. Next, mandamus. Mandamus literally means we command. നാം കൽപ്പിക്കുന്നു. It is a command issued by the court to a public official asking him to perform his duties that he has failed or refused to perform. The mandamus cannot be issued against a private individual. ഒരു ഉദ്യോഗസ്ഥനോ പൊതുസ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ് പറയുന്നത്. നെക്സ്റ്റ്, quo warranto. Quo warranto means by what authority? It is issued by the court to inquire into the legality of claim of a person to a public office and ask him if he is not qualified to hold that office. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് quo warranto.
കോവറൻ്റ് മീൻസ് എന്ത് അധികാരം. നെക്സ്റ്റ് പ്രൊഹിബിഷൻ. ഇറ്റ് ഈസ് ലിറ്ററലി മീൻസ് ടു ഫോർബിഡ്, വിലക്കുകയാണ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ടു എ ലോവർ കോർട്ട് ഓർ ടു എ ട്രിബ്യൂണൽ ടു പ്രിവെൻറ്റ് ദ ലേറ്റർ ഫ്രം എക്സീഡിങ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. The writ of prohibition can be issued only against judicial or quasi-judicial authority. നെക്സ്റ്റ് സെർഷോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷോററി. The word certiorari means to be certified or to be informed. It is issued by the Supreme Court or High Court to a lower court or tribunal to transfer a case pending before the latter to the higher court for review. Next question. Consider the following statement with respect to the ERSS, Emergency Response Support System. Which of the following given statement is correct എന്നാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 കറക്റ്റ് ആണ്. ഇറ്റ് അഡോപ്റ്റഡ് 112 ആസ് ഇന്ത്യാസ് ആൾ ഇൻ വൺ എമർജൻസി നമ്പർ. It is an initiative under Nirbhaya Fund scheme. In Kerala, police is the only agency integrated with the project. ഈ RSSനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. We are little men serving great causes, but because the cause is great, something of that greatness falls upon us also. This is the quote of answer option B, Jawaharlal Nehru. Next question. Which of the following statement is or are correct about the startup? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ആണ് കറക്റ്റ് ഉള്ളത്. 1, സ്റ്റാർട്ടപ്സ് ആർ ഓഫൺ എ ന്യൂ കമ്പനി. സ്റ്റാർട്ടപ്സ് നീഡ് ടു ബി വെരി ഇന്നോവേറ്റീവ്. സ്റ്റാർട്ടപ്പ് നീഡ്സ് ടു ഗ്രോ ക്വിക്ക്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോട്ടോ ഓഫ് ദ ഒളിമ്പിക് ഗെയിംസ്? ആൻസർ ഓപ്ഷൻ ഡി, ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020? ആൻസർ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. 1, 4 ആണ് കറക്റ്റ് അല്ലാത്തത്. അപ്പോൾ കറക്റ്റ് ഉള്ളത് വായിക്കാം. ടീച്ചർ വിൽ ബി ഏബിൾ ടു ടീച്ച് ലെസൺ ഇൻ മദർ ടങ് ഓർ റീജിയണൽ ലാംഗ്വേജ് അപ് ടു ഗ്രേഡ് 5. The minimum degree qualification for teaching is going to be a 4 years integrated B.Ed degree. ഒന്നാമത്തെ എന്താണ് തെറ്റിപ്പോയത്? 5+3+3+4 ആണ്. നാലാമത് തെറ്റാൻ കാരണം ഇത് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിൽ 26.3ൽ നിന്നും 50% ആയിട്ടാണ് 2035 മാറ്റം കണ്ടിട്ടുള്ളത്. To increase their GR from 26.3% to 50% by 2035. Next question. Which of the following newspaper is or are associated Sudeshabhimani Ramakrishna Pilla? ആൻസർ ഓപ്ഷൻ ബി, 1, 2 ആണ്. കേരള ദർപ്പണവും മലയാളിയും.
Next question. Consider the following pairs. Which of the following agitations is or are properly matched with the place in which it was launched? ആൻസർ ഓപ്ഷൻ സി 1ഉം 2 ആണ്. വില്ലുവണ്ടി അജിറ്റേഷൻസ് വെങ്ങാനൂര്, മിശ്രഭോജനം ചേറായി. അച്ചിപ്പുടവ സമരം പതിയൂരും, മുക്കുത്തി സമരം പന്തളത്തുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാഗ്ബടാനന്ദൻ ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തതാണ് ഓപ്ഷൻ ബി. രണ്ടുള്ളിയാണ് കറക്റ്റ് അല്ലാത്തത്. കറക്റ്റ് ആയത് വായിക്കാം. ഹിസ് റിയൽ നെയിം വാസ് വയലേരി കുഞ്ഞിക്കണ്ണൻ. ഹി വാസ് എ ഡിസിപ്ലിൻ ഓഫ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഹി സ്റ്റാർട്ടഡ് എ ജേണൽ കാൾഡ് അഭിനവ കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ത്രൂ ദ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് വിച്ച് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ്? ആൻസർ ഓപ്ഷൻ ബി 3ഉം 4ഉം. മൂന്നാമത്തെ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, ഓൾട്ടറേഷൻസ് ഓഫ് ബൗണ്ടറീസ് ആൻഡ് നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്.